ഐ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് ദ സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ കളർ കറക്ഷനും അങ്ങനെയുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ സിനിമയും. അപ്പം സിനിമയെക്കുറിച്ചും സിനിമയുടെ ചർച്ചകൾ നടക്കുന്ന ഈ ഒരു വേളയിലും ചാനൽസിലും ചർച്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അങ്ങ് തുറന്ന് പറയാം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. പിന്നെ പലവട്ടം ആലോചിച്ചത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമാണ് ഇല്ല, കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായവും ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഡിയൻസാണ്. ഇവരെല്ലാ സിനിമയും കാണും. പ്രത്യേകിച്ച് ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ഉൾപ്പെടെ നെറ്റ്ഫ്ലിക്സ് നമുക്ക് അവൈലബിൾ ആണ്, ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോംസും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് ഭാഷകൾ പല രീതിയിലുള്ള സിനിമ നമ്മൾ കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന് വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഓഡിയൻസിന് അറിയാം. അവർക്ക് അതിൽ വേണ്ട സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ കാണൂ. കാരണം നമ്മളും പൈസ കൊടുത്ത് തന്നെയാണെങ്കിലും നമ്മൾ സിനിമ കാണും എല്ലാവരെയും പോലെ. മീൻസ് ഈ 1500 രൂപ അല്ലെങ്കിൽ ഒരു മോളിൽ പോയിട്ട് ഒരു കുടുംബമായിട്ട് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ വേണം. അപ്പം അതിൽ നമുക്ക് നമ്മുടെ എൻ്റർടൈൻ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കതൊരു മികച്ച കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു സിനിമ മാത്രമേ നമ്മൾ അത്രയും പൈസ മുടക്കി കാണുള്ളൂ. ഇല്ലാത്ത സിനിമ, മോശം സിനിമ നമ്മളൊരു കാരണവശാലും 1500 രൂപ മുടക്കി കാണേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതൊരു നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ കൊള്ളൂല എന്ന് പറയുമ്പോൾ അവന്മാർ പണ്ടന്മാരെന്ന് പറയുകയും സിനിമ കൊള്ളാമെന്ന് പറയുമ്പം ബ്രില്യൻ്റ് ഓഡിയൻസ് എന്ന് പറയുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ളൊരു കാര്യം. ഞാനൊരു എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു വലിയ നടന്ന സിനിമ സ്ഥിരമായിട്ട് ഫസ്റ്റ് ഡേ കാണാൻ പോകും. അപ്പോൾ നമുക്ക് ആ ഒരു കണക്കെടുപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാം ഫസ്റ്റ് ഡേ ഞാൻ കണ്ടിരിക്കുന്നു ആ ഒരു സിനിമ. പക്ഷെ അത് മിക്കവാറും എല്ലാ സിനിമകളും പരാജയമാണ്. മീൻസ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ സിനിമ ഇല്ലയെന്നല്ല, മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിരലിലെണ്ണാന്നുള്ള കുറച്ച് സിനിമകൾ മാത്രമാണ് ആ ഒരു നന്ദിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ദിവസം സിനിമ കാണുക എന്നുള്ള തീരുമാനം എടുത്തത്. അഭിപ്രായം അറിഞ്ഞതിന് ശേഷം, അഭിപ്രായവും പക്ഷേ എല്ലാ റിവ്യൂസും ഞാൻ കാണും, എല്ലാവരുടെ റിവ്യൂസും ഞാൻ കാണും. എല്ലാ റിവ്യൂവും കണ്ടതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ സിനിമ കാണണോ വേണ്ട. റിവ്യൂസ് മാത്രമല്ല, വേറെ എല്ലാവരും വഴി നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഇത് നോക്കിയതിന് ശേഷം, റേറ്റിങ്ങും എല്ലാം നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ഒരു സിനിമ കാണത്തുള്ളൂ. അപ്പോൾ പറയും നമുക്ക് വിജയുടെ സിനിമ കാണാൻ അറിയാമല്ലോ, രാവിലെ 6 മണിക്ക് 4 മണിക്കും പോയി കഴിഞ്ഞാൽ. അപ്പം അതിന് നമുക്കൊരു എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ട് എന്ന് നമുക്ക് നോർമലി അറിയാം. അപ്പോൾ വിജയുടെ പടം കാണുന്നൊരു വൈബിലായിരിക്കില്ല ആൾക്കാർ ഒരു മലയാള സിനിമ കാണുന്നത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബംഗാളി സിനിമ പോലെ ആ ഒരു തലത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നമ്മൾ ആ ഒരു രീതിയിലാണ് മലയാള സിനിമ കാണുന്നത്. അപ്പോൾ പണ്ട് 1980 നടന്ന ആ ഒരു ടൈപ്പ് സംഭവമായിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഓഡിയൻസിൻ്റെ കുറ്റമല്ല, ഓഡിയൻസ് ഇതൊക്കെ കഴിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വേറെന്തൊക്കെ കളികളാണ് അല്ലെങ്കിൽ വേറെന്തൊക്കെ കുത്തിത്തിരിവാൻ നോക്കിയാണ്. അതിൽ വേറെ ഇതുണ്ട്, അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, അതിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നല്ല സിനിമയാണെങ്കിൽ ഓടും. അതിൽ പൊളിറ്റിക്സ് ഇല്ല, അതിൽ റിലീജിയൻ ഇല്ല, അതിലൊന്നുമില്ല. അതാണ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്കറിയാം എന്നുള്ള കാര്യം. നമ്മൾ വേറൊന്നും നോക്കിയല്ല സിനിമ കാണുന്നത്. നമ്മൾ നല്ല സിനിമയാണെങ്കിൽ കാണും, നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഒന്നും നിങ്ങൾ തിരിവരും ദയവ് ചെയ്ത്. ഇതും വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അതിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കുത്തിത്തിരികിയിട്ടാണ് നമ്മൾ സിനിമ മോശമാണെന്ന് പറയുന്നത്. നമ്മൾ പല നടന്മാരിൽ നിന്നും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോശം സിനിമ എന്ന് തന്നെ നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അച്ഛനും അളിയനും കുറെ ആൾക്കാരിരിക്കുന്ന സമയത്ത് സിനിമയെ കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അളിയൻ എന്ന് പറഞ്ഞാൽ ഒരു നടൻ ഉണ്ടായിരുന്നു. ആ നടന്റെ ഇപ്പോഴും
ഫാനാണ് അളിയൻ. അപ്പോൾ അളിയന് ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ദുഃഖങ്ങളുണ്ടാവും. അപ്പം അച്ഛൻ എനിക്ക് പറഞ്ഞു, ഓ നീ ഇപ്പം ആ നടൻ്റെ ആത്മഹത്യ, പണ്ട് ആ നടനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ ഇടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദുഃഖം വെച്ചു പോയി, അതുകൊണ്ട് ഇനി നടന്നില്ല. അതുകൊണ്ട് മലയാള സിനിമ ഇപ്പോഴും നമ്മുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു മലയാള സിനിമയെ തകർക്കുന്ന ഒരു പ്രവണതയോടും നമ്മൾ കൂട്ടുനിൽക്കുന്ന പരിപാടിയില്ല. പക്ഷേ ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലാതെ എന്തെങ്കിലും നമുക്ക് തന്നിട്ട് അത് നമ്മൾ പോയി 200-300 രൂപ കൊടുത്ത് കാണണമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു സിനിമയ്ക്കകത്ത് വേറൊരു സംഭവം തിരുവരുത്. അത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമുക്ക് റിയലിസ്റ്റിക് സംഭവമായിരുന്നാലും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഡ്രാമ ആയിരുന്നാലും നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ഇന്ത്യയല്ലേ, എനിക്കെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് തുറന്നു പറയാം, അതിന് പ്ലാറ്റ്ഫോമുണ്ട്. സോ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് സിനിമാക്കാർ ദയവ് ചെയ്ത് അന്യഭാഷാ സിനിമയും ആയിട്ട് കമ്പയർ ചെയ്യരുത്. മലയാളത്തിൽ നമുക്കറിയാം, മലയാളത്തിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജ് സിനിമയും കാണാം, വേൾഡിലെ എല്ലാ ലാംഗ്വേജ് സിനിമയും നമുക്ക് കാണാം. ആ ഓപ്ഷൻ നമുക്കുണ്ട്, ആ റൈറ്റ് നമുക്കുണ്ട്. നിങ്ങൾ ആലോചിക്കുക. അല്ലാതെ രജനീകാന്തിൻ്റെ സിനിമ നമ്മൾ കണ്ടില്ലേ, വിജയുടെ സിനിമ കണ്ടില്ലേ, അതുകൊണ്ട് ഈ സിനിമ എന്തുകൊണ്ട് കാണുന്നില്ല, നിങ്ങൾ എന്തിന് ഒരാളെ മാനസികമായി തകർക്കുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു വേൾഡിൽ നിങ്ങൾക്ക് പ്രശംസ കിട്ടുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആ ഒരു ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ മോശം പറയുമ്പം സെപ്പറേറ്റ് ആയിട്ട് കാര്യമില്ല. ഇപ്പം രണ്ടും ഓക്കെ, ഇതിൻ്റെ അകത്ത് മണി ഇൻവോൾവ് ആണ്, നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. തകർക്കാനും നോക്കുന്നില്ല, വേറെ ഒന്നും നോക്കുന്നില്ല. നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ കാണും, നേരത്തെ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. സോ നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതിൻ്റെ